വാട്ട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഇന്ന് രാവിലെ മുതലേ ഒരു ട്രേഡ് ചെയ്യാനൊരു മൂഡുണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റ് ജിമ്മിൽ പോയി തിരിച്ചു വന്ന് ഭയങ്കര ക്ഷീണം. രാവിലെ ഫുഡൊന്നും കഴിക്കാതെ പോയത്, അപ്പോൾ ഭയങ്കര ക്ഷീണം വന്നിട്ട് അപ്പം ഞാൻ വന്ന് ഭയങ്കര ക്ഷീണം കുളിച്ചൊക്കെ ഒന്ന് റെഡി ആയപ്പോൾ ക്ഷീണം വന്നപ്പോൾ ഞാനൊന്ന് കിടന്നുറങ്ങി. ഞാൻ മാർക്കറ്റ് നോക്കൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഗ്രീൻ മൂവ് വന്ന് തിരിച്ച് ഇവിടെയൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ മാർക്കറ്റ് കയറിയത്. ഒരു എത്ര പറയുക 10-10:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിന്ന് ശരിക്കും സിസ്റ്റം ഓൺ ചെയ്ത് മാർക്കറ്റിനെ നോക്കൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ടോട്ടൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോസാണ്. ഒരു 1300 രൂപ ലോസാണ്. അതെങ്ങനെ ലോസ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. രാവിലെ തന്നെ ഒരു 47,900 കോളും 21,700 കോളും, നിഫ്റ്റിയിൽ 21,700 കോളിലും രണ്ടിലും നമ്മുടെ പക്ക ഇത് വെച്ചിട്ട് മീൻസ് 1,500 രൂപ SL 50 പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റിയിലും 500 റുപ്പീസ് 10 പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റിയിലും SL വെച്ചിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എന്താ ഉണ്ടായത് ഞാൻ കാണിച്ചു തരാം. രാവിലെ മാർക്കറ്റ് ഒന്ന് താഴത്തോട്ട് വന്നു, വലിയൊരു ക്യാൻഡിൽ താഴത്തേക്ക് വന്നു. ഇവിടെ ചെറിയൊരിത് വന്നു. കുറച്ച് സെല്ലേഴ്സിനൊക്കെ സെല്ല് ചെയ്ത് ഒരു ലോ ഉണ്ടാക്കി. അതുണ്ടോ, ഇവിടെ ഒരു ലോ ഉണ്ടാക്കി. ഈ ഒരു ലോ ഉണ്ടാക്കിയതിൻ്റെ ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. മുകളിലേക്ക് പോയി താഴത്തേക്ക് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തു. തിരിച്ചു വന്ന് ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാരൊക്കെ SL അടിച്ചിട്ട് തിരിച്ചിത് മുകളിലേക്ക് പോകുന്നുണ്ട്. SL അടിച്ചിട്ട് തിരിച്ചത് മുകളിലേക്ക് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തു. ഇപ്പോൾ താഴത്തേക്ക് പോവുകയാണെന്ന് കാണിച്ചിട്ട് തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഈ ലോലൊക്കെ സെല്ല് ചെയ്ത ആൾക്കാർ ഇവിടെ ട്രാപ്പാണ്. അപ്പോൾ നമ്മുടെ യൂഷ്വൽ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇത് മുകളിലേക്ക് പോവുകയാണെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ പോവും. ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് ചെയ്യും. ഉണ്ടോ, ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിൽ നിന്ന് ചെയ്തിട്ട് ഈ ഒരു ഇതുവരെ ടാർഗറ്റ് വെക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ മാർക്കറ്റിൽ എത്തിയത് തന്നെ എപ്പോഴാണ്, ഞാൻ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് എത്തിയത്. ഇവിടുന്ന് ഇനി അധികം പോയിൻ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത്ര പോയിൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു റീട്രേസ്മെൻറ്റിൽ ഈ VWAPൽ വന്നിട്ട് ഒരു റീട്രേസ്മെൻറ്റ് പോലെ എടുക്കുമ്പോൾ ഇവിടുന്ന് എൻ്റർ ചെയ്യുക. ഇവിടെ SL വെച്ചിട്ട് ഇവിടുന്ന് മുകൾക്ക് കിട്ടുന്ന പോയിൻ്റ് ഇത്രയോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾക്ക് ഉള്ളൊരു ഈ ഒരു ഹൈ എന്തെങ്കിലുമൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റർ ചെയ്ത് അപ്പം തന്നെ ഇത് താഴോട്ട് വരൽ തുടങ്ങി. താഴോട്ട് വന്ന് എൻ്റെ SL അടിച്ചു. ഇവിടൊക്കെ എത്തിയപ്പോൾ SL അടിച്ചു. ബാങ്ക് നിഫ്റ്റിയിലും രണ്ടിലും ഒരുപോലെ SL അടിച്ചു. ഉണ്ടോ, ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ നിന്ന് അടിച്ചത് അത് താഴത്തേക്ക് വന്ന് SL അടിച്ചു. 10 പോയിൻ്റ് ഉള്ളൂ. നിഫ്റ്റിയിൽ 10 പോയിൻ്റൊക്കെ അടിച്ചു, SL അടിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഇതിപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഇതൊരു സ്റ്റോറി പോലെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഈ സെല്ല് ചെയ്ത് ഇങ്ങനെ വരുന്നവരൊക്കെ നിങ്ങളും നിങ്ങളുടെ 2 ഫ്രണ്ട്സും ഇങ്ങനെ സെല്ല് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്ത് വരുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ പറയാം, നിങ്ങളും നിങ്ങളുടെ 2 ഫ്രണ്ടും ഒരു ഷവർമ തിന്നാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കുഴിമന്തി തിന്നാൻ പോവുകയാണ്. കുഴിമന്തി ഉള്ളത് ഇവിടെയാണ്. ഇവിടെ ഒരു കുഴിമന്തി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ താഴത്തൊരു കുഴിമന്തി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ നിങ്ങളുടെ ഒപ്പമുള്ള ഒരാൾ നല്ല ഡീസൻ്റാണ്, അവൻ പൈസ എല്ലാം തരും. വേറെ ഒരുത്തൻ ഫുൾ ഓസിയാണ്. അവൻ തിന്നതിന് പൈസയും തരൂല, വെറുതെ നിങ്ങളെ ഊറ്റി നടക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടിയും പ്ലാൻ ചെയ്തു, നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളെന്തായാലും ഇവൻ്റെ ഒപ്പമല്ലേ വന്നത്, അപ്പോൾ ഇവനെ നമ്മൾ കുഴിമന്തി തിന്നാൻ പോവുകയാണെന്ന് കാണിക്കാം. എന്നിട്ട് ഇങ്ങനെ കുഴിമന്തി തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഇവിടെ എത്തി വെക്കുമ്പോൾ എന്ത് ചെയ്തു, നിങ്ങൾ 2 പേരും 2 എക്സ്ക്യൂസ് പറയും. ഇല്ലടാ, എന്നെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കുന്നുണ്ട്, എൻ്റെ പെങ്ങളുടെ കുട്ടീൻ്റെ കുമ്പസാരമാണ് എന്നൊക്കെ പറഞ്ഞ് നൈസിൽ എന്താട്ടും പ്ലാൻ ക്യാൻസൽ ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോകും. അപ്പം എന്ത് ചെയ്യും, ഈ ഒപ്പമുള്ള മറ്റേ ഓസി അടിച്ച് നിൽക്കണവൻ എന്ത് ചെയ്യും, അവൻ്റെ ലോസ് എല്ലാം ബുക്ക് ചെയ്തിട്ട് അവൻ നൈസിൽ വീട്ടിൽ പോകും. ഇനിയിപ്പോൾ ഇത് തിരിച്ച് എല്ലാവരും പോവുകയാണല്ലോ എന്ന് വെച്ചു.
പക്ഷേ ഈ ലോസ് അടിച്ച് നിന്ന കുഴിമന്തി തിന്നാൻ പറ്റാത്തവന് ഇവൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഈ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളും നിങ്ങളാ ഫ്രണ്ടും കൂടി ഇങ്ങനെ താഴത്തേക്ക് വന്ന് ഈ നേരത്തെ ഇവൻ തിരിഞ്ഞു പോയ സ്ഥലത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ടന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? അവനെന്താ മനസ്സിലാവുക? അവന് മനസ്സിലാവും നിങ്ങൾ രണ്ടാളും കൂടി വീണ്ടും കുഴിമന്തി തിന്നാൻ പോവുകയാണെന്ന് മനസ്സിലാവും. ആ ഒരു സിറ്റുവേഷനാണ് ഇന്ന് ഇവിടെ ഉണ്ടായത്. ഇന്ന് സെല്ലേഴ്സിനെ ആദ്യം കൊണ്ടുവന്നു. ഇവിടുന്ന് ഇല്ല ഇന്ന് ഇനി സെല്ല് ചെയ്യണില്ല, ഞങ്ങളിനി മുകളിലോട്ടാണ് പോകണമെന്ന് കാണിച്ചിട്ട് തിരിച്ച് ആ സെല്ലേഴ്സ് ഉണ്ടായിരുന്ന ആ ലെവൽ പിന്നെയും ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായെങ്കിൽ ഇത് ഇന്ന് താഴത്തോട്ട് പോവും. പക്ഷേ ഓൾറെഡി ഇവിടെ നിന്നൊക്കെ സെല്ല് ചെയ്ത ആൾക്കാരൊന്ന് റിമൂവ് ചെയ്തതിൻ്റെ ശേഷം, റീറ്റെയിലേഴ്സിനെ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം സമാധാനപരമായിട്ട് പോകുന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കൺസോൾട്ടേഷനിൽ ഞാൻ ഈ ഒരു കൺസോൾട്ടേഷനിൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നും കൂടി എൻ്റർ ചെയ്തു. ഒരു ബാങ്ക് നിഫ്റ്റി മാത്രം ചെയ്തോളൂ. ഒരു പുട്ട് പൊസിഷനിൽ ഞാൻ എൻ്റർ ചെയ്തു. ഇത് കുറച്ച് ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റർ ചെയ്തിരുന്നു. കുറച്ച് നേരം കൺസോളിഡേറ്റ് ഇത് താഴത്തേക്ക് ഇങ്ങനെ വന്നു. ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഒരു ലോസ് ഒരു 500 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഉള്ള ലോസ് കവർ ചെയ്തിട്ട് ഒരു 500 സംതിങ് ഒക്കെ വരെ എത്തിയിരുന്നു. പിന്നെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ അത് ഇവിടെ എത്തി 1300 എത്തി. അപ്പോൾ ഞാൻ നൈസിൽ അത് എക്സിറ്റ് ചെയ്തു. എൻ്റെ ടാർഗറ്റ് ഇവിടുന്ന് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് ഈ രണ്ട് ലൈൻസാണ്. ഈ ബ്ലൂ ലൈനും ഈ ബ്ലൂ ലൈനുമാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂഷ്വൽ ചെയ്യണത് തന്നെ ഈ ഒരു സ്വിങ്ങിനെ എടുക്കുന്നു. അതിൻ്റെ 2.6 ഇതാണ് ആ സ്വിങ്ങിൻ്റെ. ഇനിയിപ്പോൾ ഞാൻ ചെറിയൊരു സ്വിങ് എടുക്കുന്നു വിചാരിച്ചു, എനിക്ക് ഇത്ര മതി. ഈ ഒരു കൺസോളിഡേഷൻ്റെ ഈ ഒരു സ്വിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടുമായിരുന്നു ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ എക്സിറ്റ് ആവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇന്ന് രാവിലെ മുതലേ ട്രേഡ് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ആ രാവിലെ ക്ഷീണം, ഈ ഒരു മൂവ് മിസ്സായപ്പോൾ തന്നെ ഞാൻ പിന്നെ അത് ട്രേഡ് ചെയ്യാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. ഈ ലോ ബ്രേക്ക് ചെയ്ത് തിരിച്ചൊരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ശേഷം പിന്നെയുള്ള ലോ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അടിയിലും ഇവിടെയൊക്കെയാണ്. മാർക്കറ്റ് ഇപ്പോൾ എന്തായാലും ഈ എല്ലാ ടാർഗറ്റും അച്ചീവ് ചെയ്ത് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇന്നത്തെ എൻ്റെ ട്രേഡ് എന്തായാലും തീരുമാനമായി. ഞാൻ കുറച്ച് ഡിസിപ്ലിൻ ആവാമെന്ന് വിചാരിച്ചിട്ടേ ഈ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. അപ്പം ഞാൻ ഇവിടെ ഇതിൽ എക്സിറ്റായി. നമ്മുടെ യൂഷ്വൽ ലോസിനെക്കാട്ടും കുറച്ച് കുറവായിട്ടുള്ള ലോസാണ്. വെറും 1335 രൂപ ലോസുള്ളൂ. അപ്പോൾ ഞാൻ ആ ലോസ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ഇന്നത്തെ പരിപാടിയെല്ലാം നിർത്തി വെച്ചു. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കളിപ്പിച്ചതുണ്ടല്ലോ, സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് തിരിച്ച് മുളക്ക് പോയി തിരിച്ച് തിന്നി അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മൂവ് ഉണ്ടാവും. പിന്നെ ഇന്ന് സത്യം പറഞ്ഞാൽ ട്രേഡ് ചെയ്യാനൊരു മൂഡില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ പറഞ്ഞെന്ന മറ്റ് സംഭവങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു. ഈ ട്രെൻഡിങ് ഓയിൽ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇത് കാണാം. ബാങ്ക് നിഫ്റ്റി രാവിലെ മുതലേ കോൾ സൈഡിലായിരുന്നു കൂടുതൽ. ഇവിടെ കുറച്ച് ഇതുണ്ടായി. പിന്നെ ഈ ഒരു ഏരിയയൊക്കെ എത്തിയപ്പോൾ ഇത് സ്പ്രെഡ് ആവൽ തുടങ്ങി. കോൾ സൈഡിൽ കൂടുതലും തുടങ്ങി, പുട്ട് സൈഡിൽ കുറയാനും തുടങ്ങി. സെയിം സംഭവം നിഫ്റ്റിയിലും നടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ കോൾ സൈഡിൽ കൂടാനും പുട്ട് സൈഡിൽ കുറയാനും തുടങ്ങി. അപ്പോൾ ഒരു ഡൗൺ സൈഡിലോട്ട് ട്രെൻഡിങ് ആണെന്ന് ആദ്യം അറിയായിരുന്നു. പിന്നെ ഈ എല്ലാ ഒരു ലെവൽ കഴിഞ്ഞാലും ഈ കൺസോളിഡേഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി പിന്നെ വെറുതെ ഇനിയും ചിലപ്പോൾ കൺസോളിഡേറ്റ് ചെയ്തതിൻ്റെ ശേഷമായിരിക്കും താഴത്തേക്ക് പോകാമെന്നില്ല. അപ്പം ഇതിന് അത്ര ടൈമില്ല. ഞാൻ ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസോളിഡേഷൻ സ്റ്റാർട്ട് ചെയ്തത് അറൗണ്ട് 11:18 ഈ കൺസോളിഡേഷൻ സ്റ്റാർട്ട് ആയത്. ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നത് ഈ 14:21 2:20 ഒരു ബ്രേക്ക് ഔട്ട് വന്നത്. 11 മുതൽ 2:30 വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമില്ല. എനിക്കിന്ന് വേറെ കുറച്ച് വർക്കും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. ഇപ്പം എന്തായാലും ഈ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തതിൻ്റെ ശേഷം താഴത്തേക്ക് പോകുന്നുണ്ട്. നമുക്കെന്തായാലും ഇന്ന് അത് ടോട്ടലി മിസ്സായി. പക്ഷേ ഇന്ന് കുഴപ്പമില്ല, ചെറിയ ലോസ് അല്ലേ ഉള്ളൂ. നമുക്കിതെല്ലാം പിന്നെ ഏതെങ്കിലും ഒരു ദിവസം കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. സെയിം സിറ്റുവേഷൻ. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ
ഈ ലെവൽ ഇപ്പോൾ ബ്രേക്ക് ഞാൻ പോകുന്ന ഈ ലെവലുണ്ടല്ലോ, ഇത് കുറച്ച് ക്രൂഷ്യലായിട്ടുള്ളൊരു ലെവലാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് നമ്മൾ 1 hourൽ വരച്ച ആ ചാനലാണ്. ആ ചാനലിൻ്റെ എവിടെ എത്തി, ചാനലിൻ്റെ എൻഡിലൊന്ന് എത്തി കുറച്ച് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമാണ്. ചിലപ്പോൾ ഇവിടുന്ന് റിവേഴ്സൽ എപ്പോൾ വേണമെങ്കിലും വരാം. ഒന്നില്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ആവും. ബ്രേക്ക് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ വരെ പോകേണ്ടതാണ്. ഈ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് ഈ ഒരു സ്വിങ്ങിൻ്റെ ലോ ക്ലിയർ ചെയ്താലാണ് താഴത്തേക്കുള്ളൊരു മൂവ് വരുള്ളൂ എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇതെന്തായാലും ആയാലും ഇവിടുന്ന് ഇത് ഒന്നില്ലെങ്കിൽ ബ്രേക്ക് ആവണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇത് വലിയൊരു ട്രാപ്പായിട്ട് തിരിച്ച് മുകളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് താഴത്തേക്കുള്ളൊരു പൊസിഷൻ എടുക്കണില്ല. മുകളിലേക്കുള്ളത് എനിക്ക് കൺഫർമേഷനും ഇല്ല. അപ്പം ഞാൻ മുകളിലേക്കുള്ളൊരു ട്രേഡും ഇപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ല. ഇനി അധികം ടൈമില്ലല്ലോ, ആകെ കുറച്ച് 3:20 കുറച്ച് ടൈമും കൂടെ അല്ലേ ഉള്ളൂ. അല്ല, കുറച്ച് ടൈം ഇല്ല, ഇനി ടൈമേ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അനാലിസിസും ട്രേഡും. ഈ സംഭവം എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഇങ്ങനത്തെ മൊമെൻറ്റ്സ് വരുമ്പോൾ നമ്മുടെ അവിടെ ശരിക്കും എന്താണ് സെല്ലേഴ്സും ബയേഴ്സും നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഈസി ആയിട്ട് ഡയറക്ഷൻ കിട്ടും. പിന്നെ ബാക്കി പ്രോഫിറ്റും ലോസൊക്കെ അതിൻ്റെ വഴിക്ക് വരുന്നതാണ്. ഇങ്ങനത്തെ സ്റ്റോറീസ്, ചാർട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ട്രാപ്പൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു പോയിന്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എൻ്റർ ചെയ്തത്. അത് നല്ല രീതിയിൽ SL അടിച്ചു. കാരണം എത്ര പെട്ടെന്നാണ് 2-3 മിനിറ്റിൻ്റെ ക്യാൻഡലുകൊണ്ട് അത് SL അടിച്ചു. അവിടെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ ഇവിടെ എൻ്റർ ചെയ്ത് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഈ ഏകദേശം ഇവിടെയൊക്കെ എൻ്റർ ചെയ്തിട്ട് റീട്രേസ്മെൻറ്റിൽ എൻ്റർ ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ എത്ര മിനിറ്റ് എന്നറിയോ പറഞ്ഞുതരാം. ഈ ഒരു കൺസോൾട്ടേഷനിൽ ബ്രേക്ക് ആവാൻ തന്നെ 30 മിനിറ്റ് എടുത്തു, 30 മിനിറ്റ്സ് എടുത്തു. ഞാൻ സാധാരണ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 10-20 മിനിറ്റ്സിൽ എക്സിറ്റ് ആയി പോയത്. ഈ കൺസോളിഡേഷൻ ബ്രേക്ക് ആവാൻ മാത്രം 30 മിനിറ്റോളം എടുത്തു. എനിക്ക് ഇന്ന് വേറെയും വർക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡ്സ് അനാലിസിസ്. GG ബോയ്സ്.